ജൂനിയർ കൺസൾട്ടന്റ് ആണ്. ട്രിവാൻഡ്രത്തെ ഫോർട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അപ്പം നമ്മൾ ഇന്ന് പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. കാരണം നാളെ 25th ജൂലൈ ഹെപ്പറ്റൈറ്റിസ് ഡേ ആണ്, വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആണ്. അത് സംബന്ധമായിട്ടുള്ള ഒരു ചെറിയ ഒരു അവയർനെസ് തരാനായിട്ടാണ് ഞാൻ ഈ സ്പീച്ച് നടത്തുന്നത്. അപ്പോൾ ഒരു ബ്രോഡ് ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ സെൽസ്, കരളിലെ കോശങ്ങളിലുള്ള ഒരു ഇൻഫ്ലമേഷൻ, ഒരു രോഗാവസ്ഥ നമുക്ക് ജനറലി പറയാം. അപ്പൊ ഈ ഇൻഫ്ലമേഷൻ 2-3 കാര്യങ്ങൾ കൊണ്ട് വരാൻ സാധിക്കും. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റ്, ആൽക്കഹോള് എന്നിവ കൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന ടോക്സിൻസും അതിൽ നിന്നുണ്ടാകുന്ന ലിവറിന് ഹാനികരമായിട്ടുള്ള വസ്തുക്കളും കാരണം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അത് നമ്മുടെ ഫുഡ് റിലേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആൽക്കഹോൾ റിലേറ്റഡ് ആയിരിക്കും. പിന്നെ നമ്മൾ അമിതമായി പാരസെറ്റമോൾ ഉപയോഗം, അമിതമായി ഹെപ്പറ്റോ ടോക്സിക് ആയിട്ടുള്ള ഗുളികകളുടെ ഉപയോഗം, ഇതെല്ലാം നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കാം, ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ സെൽസ് ഉണ്ടാക്കാം. ഇത് കൂടാതെ തന്നെ നമ്മുടെ രോഗാണുക്കൾ കൊണ്ടുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് നമുക്ക് നമ്മുടെ ഇടയിൽ ധാരാളമായിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്. അപ്പൊ ഇതിലെ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് അത് വെള്ളത്തിൽ കൂടെ പകരുന്ന, അല്ലെങ്കിൽ ഒരു ആഹാരത്തിൽ കൂടെ, വെള്ളത്തിലൂടെ, ഭക്ഷണത്തിലൂടെ, ആഹാരത്തിലൂടെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ഈ രോഗാണുക്കൾ പ്രവേശിക്കുകയും അത് നേരെ ലിവറിൽ വന്ന് ലിവറിന്റെ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ രോഗം. പക്ഷെ ഇത് പലപ്പോഴും മാരകമായിട്ടുള്ള രോഗമായി മാറാറില്ല. സാധാരണഗതിയിൽ ചെറിയ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റിക്കവർ ചെയ്യാറുണ്ട് പേഷ്യന്റ്. പക്ഷെ രണ്ടാമത് പറയുന്ന ഒരു ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഈ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള, മാരകമായിട്ടുള്ള ഒരു ഹെപ്പറ്റൈറ്റിസ് ആണ്. അത് എല്ലാവർക്കും മാരകമാകണമെന്നില്ല. ചില ആൾക്കാരിൽ ഈ ഹെപ്പറ്റൈറ്റിസ് ബി ഒരു ആ ആളിന്റെ കരളിൽ ഒരു താവളമായിട്ട് താമസിച്ച് മറ്റുള്ളവരിലേക്ക് പകർത്താനായിട്ട് ശ്രമിക്കുന്ന രീതിയിൽ നമ്മൾ കാണാറുണ്ട്. ഈ ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒന്നുകിൽ നമ്മുടെ ഈ ഇഞ്ചക്ഷൻസ് വഴി, IV റൂട്ട് വഴി ഉപയോഗിച്ച സിറിഞ്ചുകളോ ഇഞ്ചക്ഷൻ നീഡലുകളോ റീയൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള ഒരാളിനെ ഉപയോഗിച്ചതാണ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് വരും. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, പിന്നെ പലതരത്തിലുള്ള ഡ്രഗ് അബ്യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന നീഡിൽ ഷെയർ ചെയ്ത് ഉപയോഗിക്കുക, സിറിഞ്ച് ഷെയർ ചെയ്ത് ഉപയോഗിക്കുക, പിന്നെ സെക്ഷൽ കോണ്ടാക്ട്, ഇങ്ങനെ ഉള്ള രീതിയിലെല്ലാമാണ് ഈ നമുക്ക് പാരന്റൽ റൂട്ടിലാണ് ഇത് ഇൻഫെക്ഷൻ ആവുന്നത്. അപ്പൊ ഈ ഇൻഫെക്ഷൻസ് നമ്മുടെ ലിവർ ഫൾമിനന്റ് ഹെപ്പറ്റൈറ്റിസ് വരാറുണ്ട്. കാരണം ഇതോടുകൂടി ഒറ്റയടിക്ക് ലിവർ സെൽസ് എല്ലാം നശിച്ചു പോയിട്ട് പേഷ്യന്റ് പെട്ടെന്ന് ഹെപ്പാറ്റിക് ഫെയിലിയറിലേക്കും മരണത്തിലേക്കും പോകാൻ സാധ്യതയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഹെപ്പറ്റൈറ്റിസ് ആണ്. അടുത്തായിട്ട് നമ്മൾ പറയുന്ന ഹെപ്പറ്റൈറ്റിസ് സി ആണ്. ഇതൊരു വളരെ ക്രോണിക് ആയിട്ട് പയ്യെ ലിവർ കാർന്ന് തിന്നുന്ന ഒരു ഹെപ്പറ്റൈറ്റിസ് ആണ്. പക്ഷെ ഇത് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് ഒരു IV ഡ്രഗ് അബ്യൂസേഴ്സിന്റെ ഇടയിലാണ്. കാരണം ഇവർ പലപ്പോഴും പലരുടെയും സിറിഞ്ചിൽ മാറി, ഇഞ്ചക്ഷൻസ് നീഡിൽ മാറിയിട്ട് ഡ്രഗ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന കാരണം വളരെ ഈസി ആയിട്ട് ഇവർക്ക് ഇത് പകർന്നു കിട്ടും. അതുപോലെ തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയും മറ്റേ ഹെപ്പറ്റൈറ്റിസ് പറഞ്ഞ അതേ രീതികളിലൊക്കെയും നമുക്ക് ഇത് പകർന്നു കിട്ടാറുണ്ട്. ഇതിന്റെ ഒരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇത് മെല്ലെ നമ്മുടെ ഓരോ കരളിലെ കോശങ്ങളെയും ഹെപ്പറ്റൈറ്റിസ് വഴി നശിപ്പിക്കുകയും ഒടുവില് നമ്മുടെ ഒരു ലിവർ ഫെയിലിയറിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഹെപ്പറ്റോ സെല്ലുലാർ കാർസിനോമ എന്ന് പറയുന്ന ഒരു വളരെ ഡെഡ്ലി ആയിട്ടുള്ള ഒരു ക്യാൻസർ ലിവറിൽ വരുത്താനും ഈ രോഗാണു ചെയ്യാറുണ്ട്. അപ്പൊ ഇതോടൊപ്പം തന്നെ നമുക്ക് അടുത്ത് പറയാനുള്ളത് നമുക്ക് ആൽക്കഹോളിന്റെ കാര്യമാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ആൽക്കഹോൾ അബ്യൂസ് വളരെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ആൽക്കഹോൾ ഉപയോഗിച്ചില്ലാന്നുണ്ടെങ്കിൽ ഇത് നേരെ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന കണ്ടീഷനിലേക്ക് ആദ്യം പോവുകയും പിന്നെ അതിൽ നിന്ന് മെല്ലെ ഓരോ കോശങ്ങളായിട്ട് നശിപ്പിച്ച് ഹെപ്പാറ്റിക് ഫെയിലിയറിലേക്ക് പോവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഹെപ്പാറ്റിക് ഫെയിലിയറിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഫോർട്ടൽ ഹൈപ്പർടെൻഷനായി, അതോടൊപ്പം തന്നെ വെരിസസ് ബ്ലീഡിംഗ് ഒക്കെ പേഷ്യന്റ് മരണത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. അതുപോലെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഇത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ
ഫുഡ് സേഫ്റ്റി, നമ്മൾ എപ്പോഴും കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ആഹാരവും വളരെ വൃത്തിയുള്ളതും രോഗാണു വരാൻ സാധ്യതയുള്ള ഇല്ലാത്തതുമായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണം തന്നെ. പിന്നെ നമ്മൾ എപ്പോഴും ഈ IV ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻസ് ഉപയോഗിക്കുന്ന എല്ലാം ഡിസ്പോസ് ചെയ്യണം. ഒരിക്കൽ ഉപയോഗിച്ച സാധനം വീണ്ടും ഒരിക്കലും ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ പ്രോപ്പറായിട്ട് നമ്മൾ വീക്കൊക്കെ വാക്സിനേഷൻ ഉണ്ട്, അത് കറക്റ്റായിട്ട് എടുക്കുക. ആൽക്കഹോളിന്റെ ഉപയോഗം കുറയ്ക്കുക. ഇതിനെല്ലാം പുറമെ തന്നെ നമ്മളിപ്പോൾ കാണുന്ന ഒരു സംഭവം നാഷ്, നോൺ ആൽക്കഹോളിക് സ്റ്റേറ്റ് ഹെപ്പറ്റൈറ്റിസ് എന്ന അസുഖമുണ്ട്. ഇതിന്റെ കാരണം അമിതമായി കൊഴുപ്പ് കരളിലേക്ക് അടിഞ്ഞിട്ടുണ്ടാവുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ്. ഇതും വളരെ പിന്നെ ഡേഞ്ചറസ് ആണ്. ഇത് വളരെ രീതിയിൽ ലിവർ ടോക്സിനിലോട്ട് പോകാം, സിറോസിസിലോട്ടും ലിവർ ഫെയിലിയറിലോട്ടും ഒക്കെ പോകാം. അപ്പൊ അമിതമായി ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ അതിന് വേണ്ടുന്ന മുൻകരുതൽ എടുക്കുക. അതിന് ഡ്രഗ്സ് കഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റ് പ്രോപ്പറായിട്ട് നോക്കുക. ഇതൊക്കെയാണ് നമ്മളായിട്ട് പറയുന്ന കാര്യം. അപ്പൊ ഇത്രയൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ അസുഖങ്ങൾ വരാതെ നോക്കുകയും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും നമുക്ക് കഴിയും. ഇതൊരു ചെറിയൊരു അവയർനെസ് പ്രോഗ്രാമാണ്. ഇത് ഒരുപാട് കാര്യങ്ങൾ ഇനി നമുക്ക് 1-2 മണിക്കൂറോട് നമുക്ക് സംസാരിക്കാൻ കഴിയും. പക്ഷെ ഇത് അത്രയും വൈഡായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് ഞാൻ തൽക്കാലം ഞാൻ